ഹലോ, NIOSന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് വരുന്നത്. ഏപ്രിൽ ബാച്ചിലെ വിദ്യാർത്ഥികളുടെ തിയറി പരീക്ഷയുടെ ഡേറ്റ് ഷീറ്റ്, ടൈം ടേബിൾ എന്ന് പറയുന്നത് ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. ഏപ്രിൽ 6-ാം തീയതി ആരംഭിച്ച് മെയ് മാസം 8-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുള്ളത്. പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് വരുന്നതാണ്. 16-ാം തീയതിയാണ് പ്രാക്ടിക്കൽ പരീക്ഷ ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതാണ്. നമുക്ക് എന്തായാലും പ്രധാനപ്പെട്ട ഡേറ്റുകളൊക്കെ ഒന്ന് ഓടിച്ച് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതാണ് നിങ്ങളുടെ ഡേറ്റുകൾ. നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങളുടെ പരീക്ഷ ഇതാ നോക്കൂ. ഏപ്രിൽ മാസം 6-ാം തീയതി വ്യാഴാഴ്ച ആണ് നിങ്ങളുടെ പരീക്ഷ ആരംഭിക്കുന്നത്. ആദ്യത്തെ പരീക്ഷ +2 വരുന്നത് സാംസ്ക്രിറ്റ് ആണ്. പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ഉണ്ട്. SSLC ആണെങ്കിൽ അത് ഹിന്ദുസ്ഥാനി സംഗീതമാണ്. അധികം പേര് എടുക്കാത്ത സബ്ജക്റ്റ് ആണ്. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഏപ്രിൽ 10-ന് ഉറുദു ആണ് വരുന്നത്. ഏപ്രിൽ 11 പെയിന്റിങ് തിയറി പരീക്ഷ വരുന്നു. പിന്നീട് കീഴ്പോട്ടിക്ക് പോയി കഴിഞ്ഞാൽ തേഴ്സ്ഡേ. അപ്പോൾ ഏപ്രിൽ 13 മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആരംഭിക്കുന്നത്. ഏപ്രിൽ 13-ന് നിങ്ങളുടെ മലയാളം പരീക്ഷ ആരംഭിക്കുന്നു. പിന്നീട് ഏപ്രിൽ 17-ാം തീയതി നല്ല ഗ്യാപ്പ് ഹോം സയൻസ് പരീക്ഷയാണ് ആരംഭിക്കുന്നത്. SSLC ആണെങ്കിൽ അന്ന് സോഷ്യൽ സയൻസ് പരീക്ഷയുണ്ട്. ഏപ്രിൽ 18-ാം തീയതി നിങ്ങളുടെ പരീക്ഷ കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് അതുകൊണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. സോഷ്യോളജി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. SSLCക്ക് ആണെങ്കിൽ, അതായത് സെക്കൻഡറിക്ക് ആണെങ്കിൽ അത് ഇംഗ്ലീഷ് ആണ്. ശ്രദ്ധിക്കുക, സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന SSLCയും സീനിയർ സെക്കൻഡറി എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകും. പിന്നീട് ഏപ്രിൽ 19-ാം തീയതി വെൻസ്ഡേ വരുന്നത് പൊളിറ്റിക്കൽ സയൻസ്, കെമിസ്ട്രി, ഇതാണ് മാത്സ്, കമ്മ്യൂണിക്കേഷൻ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ. SSLCക്ക് സെക്കൻഡറിക്ക് സൈക്കോളജി, സാംസ്ക്രിറ്റ് വരുന്നുണ്ട്. പിന്നീട് ഏപ്രിൽ 20-ാം തീയതി ഹിന്ദി പരീക്ഷ വരുന്നു. ഏപ്രിൽ 24-ാം തീയതി EVS ആണ് പ്രധാനപ്പെട്ട സബ്ജക്ട് വരുന്നത്. ഏപ്രിൽ 25-ാം തീയതി ഇംഗ്ലീഷ് പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷ് വരുന്നുണ്ട്. SSLCക്ക് ആണെങ്കിൽ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന വിഷയമാണ് വരുന്നത്. വീണ്ടും ഏപ്രിൽ 26-ാം തീയതി ബയോളജി, അക്കൗണ്ടൻസി പ്രധാനപ്പെട്ട 2 സബ്ജക്റ്റുകളുണ്ട്. സെക്കൻഡറിക്ക് മാത്തമാറ്റിക്സ് ആണ് ആ ദിവസം വരുന്നത്. ശ്രദ്ധിക്കണം, പരീക്ഷ ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ 5:30 വരെയാണ് പരീക്ഷ വരുന്നത്. ഏപ്രിൽ 27-ാം തീയതി സൈക്കോളജിയാണ് ഉള്ളത്. അതേസമയം മലയാളം മുതലുള്ള ഭാഷാ വിഷയങ്ങളാണ് SSLCക്ക് എത്തിയിട്ടുള്ളത്. ഏപ്രിൽ 28-ാം തീയതി ഫിസിക്സ് ഉണ്ട്. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഹിസ്റ്ററി ആ ദിവസം തന്നെ വരുന്നു. പിന്നെ ഹിന്ദി സെക്കൻഡറിക്ക് ആണെങ്കിൽ ഹിന്ദി വരുന്നു. മെയ് 2-ാം തീയതി മാത്സ് ആണ് വരുന്നത്. സെക്കൻഡറി ഹോം സയൻസ് വരുന്നു. അഗെയിൻ മെയ് 3-ാം തീയതി ഡാറ്റ എൻട്രി ഓപ്പറേഷന്റെ 336 എന്ന കോഡാണ് കേട്ടത്. 2 കോഡുകളുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ മറ്റൊരു വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ട് 632 കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. 336 എടുത്ത വിദ്യാർത്ഥികൾ മെയ് 3-ാം തീയതിയാണ് പോകേണ്ടത്. സീനിയർ സെക്കൻഡറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സീനിയർ സെക്കൻഡറിക്ക് ബിസിനസ് സ്റ്റഡീസ് മെയ് 4-ാം തീയതി വരുന്നു. അഗെയിൻ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 632 എന്ന് പറയുന്ന വൊക്കേഷണൽ സബ്ജക്ട് വരുന്നത് മെയ് മാസം 6-ാം തീയതിയാണ് വരുന്നത്. അന്ന് തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പിന്നെ മെയ് 8-ാം തീയതി വെബ് ഡിസൈൻ പോലുള്ള സബ്ജക്റ്റുകളാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ സമയം എല്ലാവരും ശ്രദ്ധിക്കണം. സമയം 2:30 മുതൽ 5:30 വരെയാണ് സമയം വെച്ചിട്ടുള്ളത്. ചില വിഷയങ്ങൾക്ക് അത് മാറ്റമുണ്ട്. ഇപ്പൊ പെയിന്റിംഗ് ആണെങ്കിൽ 2:30 മുതൽ 4 മണി വരെയാണ് സമയം. അതിന് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ലഭിക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ആണ് ഫൈനൽ അതോറിറ്റി. അപ്പൊ ഹോൾ ടിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല. തിയറിയുടെയും വന്നിട്ടില്ല, പ്രാക്ടിക്കലും വന്നിട്ടില്ല. സാധാരണഗതിയിൽ ഇപ്പൊ പ്രാക്ടിക്കലിന്റെ ഹോൾ ടിക്കറ്റ് വരേണ്ട സമയം കഴിഞ്ഞു. എന്നിരുന്നാലും ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏത് പരീക്ഷയായാലും നിങ്ങൾ പോകുമ്പോൾ
ഹോൾ ടിക്കറ്റ് നന്നായി പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തിയിട്ട് വേണം പോകാനായിട്ട്. 2:30 പരീക്ഷ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2:30 പരീക്ഷ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 1 മണിക്ക് തന്നെ പരീക്ഷാ സെന്ററിൽ എത്തുന്ന രീതിയിൽ നിങ്ങളുടെ യാത്ര ക്രമീകരിക്കേണ്ടതാണ്. ID കാർഡ് എടുക്കാൻ മറക്കരുത്. പേന, പെൻസിൽ, വിധമുള്ള ഉപകരണങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. കുടിക്കാൻ വെള്ളം വേണം. അത്യാവശ്യത്തിന് പൈസ വേണം. തിരിച്ചു വരുമ്പോൾ ഹോൾ ടിക്കറ്റ്, ID കാർഡ് ഇവ രണ്ടും മറന്നുപോകാത്ത രീതിയിൽ ദിവസവും ഓർക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബാഗിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ വെക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് സമാധാനപൂർവ്വം പോവുക. എന്തായാലും പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് എങ്ങനെ പഠിച്ചാലാണ് NIOSന് പെട്ടെന്ന് പാസ്സാകുവാനും കൂടുതൽ മാർക്ക് വാങ്ങുവാനും സാധിക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വിശദമായിട്ട് വീഡിയോ ചെയ്യും. അതിനുവേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഈ വിഷയം, ഡേറ്റ് ഷീറ്റ് വന്ന വിഷയം നിങ്ങളുടെ കൂട്ടുകാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ക്രാഷ് കോഴ്സും ചേരണമെന്ന് ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് അതിൽ ചേരാം. വീഡിയോ ക്ലാസ്സുകൾ ലഭ്യമാണ്, ലൈവ് ക്ലാസ്സുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ക്ലാസ്സുകൾ ഉണ്ടാകും. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഉണ്ട്. അപ്പോൾ വളരെ തുച്ഛമായ ഫീസാണ് അതിനുവേണ്ടി ഈടാക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സിലും ചേരാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് ഷീറ്റ് എല്ലാവരും കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, അതിന്റെ ലിങ്ക് അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. എനിവേ, എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ പ്രദീപ് കുമാർ, ചെയർമാൻ, എൻലൈറ്റ് കോളേജ്, സൈനിങ് ഓഫ്. ബൈ ബൈ. ENLIGHT കോളേജ് 8 മാസം കൊണ്ട് +2 SSLC എല്ലാ വർഷവും 100% വിജയം. PSC UPSC അംഗീകാരം. LLB എൻട്രൻസ് കോച്ചിംഗ്. 3-year 5-year LLB പ്രവേശന പരീക്ഷാ പരിശീലനം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. BA, BCom, MA, MCom, B.Ed എല്ലാ കോഴ്സുകൾക്കും റെഗുലർ ശനി ഞായർ ക്ലാസുകൾ. ENLIGHT കോളേജ്, ടൗൺസ് പാർക്ക്, പെരുമ്പാവൂർ, കോളേജ് ജംഗ്ഷൻ, കോലഞ്ചേരി.